ടെക്കിനാരി ബൈറ്റ്. നമ്മൾ പലപ്പോഴും ഒരു എൽഡർലി പേഴ്സണായിട്ട് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു ചാൻസ് ഉണ്ടാവും അവരെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ അവരെ പരിചരിക്കാനോ അവരെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ. അപ്പം അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ ജീവിതവും അതിൽ ലൈനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് അവരും നമ്മളും തമ്മിൽ ഭയങ്കരമായൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ പഠിക്കാനുള്ള ഒരു 2-3 പോയിൻറ്റ്സ് ഞാൻ പറയാം. നമ്പർ 1, എല്ലാവരും ലൈഫിലൊരു സൈക്കിളിലും ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് നമ്മളും ഇതേപോലെ ആയിത്തീരും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറിയ ചെറിയ നന്മകളായിരിക്കും നമ്മൾ പിന്നത്തേക്ക് അതൊരു അനുഗ്രഹമായി തീരുക. നമ്മളുടെ ഈ റേസിൽ നമ്മളത് മനസ്സിലാക്കില്ല. നമ്പർ 2, ആ വ്യക്തിയെ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആളല്ലായിരിക്കും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമുക്കിതുപോലെ വയസ്സായ ഒരാൾ നമുക്ക് ക്ലോസ് ആയ ആരെങ്കിലും കാണും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങളുണ്ടാവും നമ്മൾ യങ് ആയിരുന്ന കാലത്ത് പണ്ട്, അത് മാത്രം നമ്മൾ ഓർക്കുക. അപ്പോൾ ആ ഒരു നല്ല ഒരു ഭാവം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. നമ്പർ 3, ഇതൊരു വലിയ ടെസ്റ്റ് ഓഫ് പേഷ്യൻസ് ആണ്, ടെസ്റ്റ് ഓഫ് ഫോർബെയറൻസ് ആണ്, ടെസ്റ്റ് ഓഫ് നമ്മുടെ ഒരു സഹനം, നമ്മുടെ ലിമിറ്റ് എന്താണ് എന്നുവെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനൊരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് ഒരിക്കലും അലൈൻഡ് ആയിരിക്കില്ല ഒരു പ്രായമായ ആളുടെ തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, സാക്രിഫൈസൊക്കെ നമുക്ക് വേറെ ഇപ്പം നമുക്ക് അതിൻ്റെ അറിയുന്നുണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ മടുത്തു പോകും. പക്ഷെ ഇതൊരു ഒരു ഒരു ടെസ്റ്റ് പേപ്പറാണ്. ഈ ഒളിമ്പിക്സിലൊക്കെ ഒരാൾക്ക് വിജയം കിട്ടും, വിജയം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഓട്ട മത്സരത്തിൽ. പക്ഷെ അവരും ഇതേപോലെ പല പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എല്ലാവരും ഈ ലോകത്തിലെല്ലാവരും ഒരു മത്സരത്തിലാണ്. നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിലും നമ്മളും ലാസ്റ്റ് വരെ എത്തും. അപ്പം നമ്മുടെ ഈ പ്രയത്നത്തിന് ഒരു ഫലമുണ്ടാവും.